ഹലോ നമസ്കാരം. ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിപാടി കഴിഞ്ഞേക്കുന്നതാണ്. ഇവിടെ ഒരു ഹണ്ടിങ് ഫെസ്റ്റിവൽ ഉണ്ട്. അതായത് കിങ്സ് ബർത്ത്ഡേക്ക് ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കാറുണ്ട്, ഹണ്ടിങ് കോമ്പറ്റീഷൻസ്. അപ്പം അതിന് ഏറ്റവും വെയിറ്റ് ഉള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിടുന്നവർ അവർക്ക് പ്രൈസും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇന്ന് നിങ്ങൾ ആ പരിപാടി കാണാൻ വേണ്ടി അടുത്ത് വന്നിരിക്കുകയാണ്. വെപ്രാവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സീ ദേർ. ഇതാണ് സാധനം വന്നിരിക്കുന്നത്. ഇവിടെ ഓരോരോ ഇതിന്റെ മേലെ പന്നിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് പരിപാടി. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഹണ്ടിങ്ങിന് കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. ഇവിടുത്തേക്ക് ആൾക്കാരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുമായിട്ടുള്ള സെറ്റപ്പിൽ വരുന്ന ആൾക്കാരാണ്. ഇതാണ് എൻട്രി. ഇവിടെ ഓരോന്നെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇതാണ് സാധനങ്ങള്. നല്ല മുട്ടൻ പന്നി ടാഗിങ് ചെയ്തിട്ടുണ്ട്. പേര് അതിന്റെ വെയിറ്റ് ഒക്കെയാണ് എഴുതിയിട്ടേക്കുന്നത്. ഇതെല്ലാം ഒരാൾ പിടിച്ചാന്ന് തോന്നുന്നു. ഈ കിടക്കുന്നൊക്കെ പന്നികളാണ്, മുട്ടൻ പന്നികൾ. ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഈ കാണുന്ന ക്രെയിന് അങ്ങനെ സകലമാന സെറ്റപ്പ് ഉണ്ട് ഇവിടെ. പിഗ് ഹണ്ടിങ് ക്ലബ് വരാൻ തോന്നുന്നു എന്റെ സ്പോൺസർ. ഇതൊക്കെ മാനാണ് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയി കാണാൻ പറ്റും. ഇതിന്റെ കൊണ്ടോമ്പടലൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കണ്ടാ തൂക്കുന്നത്. ഇതേ ഈ കിടക്കുന്ന സാധനങ്ങൾ എല്ലാത്തിന്റെ കാലൊക്കെ ഒടിച്ചിട്ടിട്ടുണ്ട്. ഒരു വൃത്തികെട്ട വാടയുണ്ട് എല്ലാത്തിനും. പാവങ്ങൾ എത്ര എണ്ണത്തിനെ കിട്ടിയിട്ടേക്കുന്നു. ഇതിനെ കിട്ടിയ കൊള്ളാം അല്ലേ? ഇതിന്റെ കൊമ്പ് നോക്കി എന്തേരം പൊളി. ഇതുകൊണ്ടൊന്ന് തല വെട്ടി നമുക്ക് സ്റ്റഫ് ചെയ്യാം വീട്ടിൽ. ആൾക്കാർ തൂക്കുന്നുണ്ട് അതിന്. മുട്ടൻ പന്നികളെ കെട്ടി തൂക്കിയിട്ടേക്കുന്നു. അതിൽ ടാഗ് ചെയ്തിട്ടാണ് ഓരോന്നിനും തൂക്കിയിടുന്നത്, എത്ര വെയിറ്റ് വരുന്നത്. ഇതിനൊക്കെ കണ്ടുള്ള നാടൻ പന്നീനെ പോലെ ഉണ്ടല്ലോ, അത് കാട്ടുപന്നീനെ പോലെ ഇല്ല. അവിടെ ഉണ്ടടി, അപ്പുറമുണ്ട്. ഇതാണ് ഇവരുടെ റിപ്രോവ പിഗ് ഹണ്ടിങ് ക്ലബ്ബ്. അപ്പം എനിക്കൊന്ന് റിപ്രോവ ഫേമസ് ഫോർ പിഗ് ഹണ്ടിങ് ആയിരിക്കും ഒരു പക്ഷേ. ഇവർക്കൊക്കെ എന്തൊക്കെയോ ഇവിടെയൊക്കെ ഉണ്ട് പന്നികൾ. ഇത് കുഞ്ഞു കുഞ്ഞു പന്നികള്. വാടി ഒരു ഷോടി വാടി. ഇത് ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട്. ഇത് ഒരു ലോഡ് സാധനം വീണ്ടും ദാണ്ട വന്നേക്കുന്നു. മൃഗങ്ങൾ ദാണ്ട കിടക്കുന്നു. കുഞ്ഞ് സ്റ്റാഗുകളാ. സ്റ്റാഗുണ്ട്, പന്നിയുണ്ട്. ലോഡ് പന്നി.
ക്രെയിൻ വെച്ച തൂക്കിയെടുക്കുന്നത്. അതിൻ്റെ അകത്ത് കുഞ്ഞിപ്പന്നിയും വല്യപ്പന്നിയും എല്ലാ പന്നികളുണ്ട്. വണ്ടികളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇതല്ല ഇഷ്ടം പടി ഇതാണ്ട് അടുത്ത് വരുന്നേക്കുന്നു. ഒരുപാട് പന്നി. ഇതില് 1, 2, 3. ഓ, ഇത് നല്ല എകരമുള്ള സ്റ്റാഗൊക്കെയുള്ള. ഇതാണ്ട് ഒരു കുഞ്ഞൊന്നിനെ കെട്ടി തൂക്കി പൊക്കി എടുത്തേക്കുന്നു. ഇവരെല്ലാം കൂടെ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു തോന്നുന്നു. ഇതുപോലത്തെ പിടുത്തൊന്നും പൈസ പിടിച്ചിട്ടുണ്ടായ ഇമാതിരി പിടുത്തമാണ്. ഒരു കുഞ്ഞിപ്പന്നി കണ്ടു പോകുന്നു. ഈ അപ്പാപ്പനാണ് ഇതിന്റെ മുതലാളി. അപ്പൊ ഈ അപ്പാപ്പൻ വെടിവെച്ചിട്ടേക്കുന്നു. അപ്പാപ്പൻ നല്ലൊരു വെടിക്കാരനാണ്. ഇതാണ് അപ്പാപ്പൻ. ഇതൊക്കെ പിള്ളേരെ ഹണ്ട് ചെയ്തിട്ടേക്കുന്നതായിരിക്കും. ഇതാണ് പോസം, നമ്മുടെ നാട്ടിലെ മരപ്പട്ടി. ഇതൊക്കെ മരപ്പട്ടികളാണ്. കുറെ മരപ്പട്ടികൾ. റാബിറ്റ്. ഇത് റാബിറ്റ് അല്ല, ഇത് ഹെയറാണ്. ഇവിടെ തൂക്കുന്നുണ്ട് ഒരു പന്നി. ഉക്കിടാൻ വേണ്ടി ഒരു തുളയിട്ട് കൊടുക്കുക. Crazy, eh? വണ്ടി ചെയ്തിട്ട് കൊണ്ടുവരുന്നേ. ഈ വണ്ടിക്ക് നല്ല അടിപൊളി സ്റ്റാഗ്. ഒരുപാട് ഏകരമുള്ള സ്റ്റാഗാണ്. ഇതിൻ്റെ അടുത്ത വണ്ടി, അതിൻ്റെ അകത്ത് സ്റ്റാഗുകൾ. ഇതെല്ലാം പന്നിയാണ്. പന്നി ആടൊക്കെ ഉണ്ടോ? എന്താടി ഇത് ആടാണോ? ഇപ്പുറത്തെ സാധനം ആടാണോ ഈ കാണുന്നേ? ആടല്ലേ? ഇത് അടുത്ത വണ്ടി വന്നിരിക്കുകയാണ്. ഇത് ഫുള്ള് പിഗാണ്. പിഗ് ഒരിടെ തൂക്കിയാണ്. ഇതാണ്ട് നല്ല അടിപൊളി സാധനം. നമ്മൾ നേരത്തെ കണ്ട സാധനമാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റാഗ്, ഒരുപാട് കൊമ്പും എകരമുള്ള സ്റ്റാഗ്. അടുത്ത് വന്നേക്കുന്നതിൻ്റെ മുന്നിൽ കൂടെ തൂക്കി എടുത്തേക്കുകയാണ്. രണ്ട് വെയിറ്റ് നോക്കിയാണ്. ഫ്രഷാന്ന് തോന്നുന്നു. കാരണം സ്റ്റിഫായിട്ടില്ല. ബോഡിയൊക്കെ നല്ല തൂങ്ങി കിടക്കണം. എന്ത് വേടന്മാരാണ് നോക്കി നിൽക്കുന്നത്. അവരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ഉള്ളിൽ കൂടെ ഇങ്ങനെ റോണ്ട് ചെയ്യാണ്. മൊത്തം വണ്ടിക്കകത്ത് സാധനങ്ങളാണ്.
വണ്ടി ഇല്ലാത്ത ഈ കാണുന്ന വണ്ടികളൊക്കെ തൂക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. ഇവിടുത്തെ പെസ്റ്റ് കൺട്രോള് ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു നാട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അനുവർത്തിക്കേണ്ടതാണ്. ഇപ്പം കുറേ ആനകളും അതും ഇതൊക്കെ കുറഞ്ഞു കിട്ടും. എത്ര ആൾക്കാരാണ് ആന ശല്യം കാരണം, പന്നി ശല്യം കാരണം കർഷകരൊക്കെ ബുദ്ധിമുട്ടുന്നത്. നമ്മുടെ ഗവൺമെൻറ് ഇതൊക്കെ കണ്ടുപഠിക്കണം. നിയന്ത്രിതമായ പെസ്റ്റ് കൺട്രോൾ. ഞങ്ങളിതാ ഇവിടെ വയ്ക്കുമ്പോഴുണ്ട് ആൾക്കാരൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ബീർ അടിക്കുന്നത്. അതുകൊണ്ട് ചില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓരോ കൊറോണ എടുത്ത് കൈപ്പിടിച്ചു. ഫുള്ള് വൈബാണ്. ആൾക്കാർ നോക്കി അടിച്ച് പൊളിച്ച് ഇതെല്ലാം കണ്ട് രസിക്കുന്നു. അങ്ങനെ ഏകദേശം തൂക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പ്രാവശ്യം ഇവരെല്ലാം അഭിപ്രായപ്പെടുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഇതിനെല്ലാത്തിനും കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഈ കാണുന്ന മൊത്തം മാനുകളാണ്. അപ്പോൾ അതിൻ്റെ തൂക്കവും കാര്യങ്ങളും ഈ കിടക്കുന്നൊക്കെ മാനുകളാണ്. ഒടുക്കത്തെ ഹൈറ്റാണ്. ഇതൊക്കെ മാനുകളാണ്. അപ്പുറത്തെ സൈഡിലാണ് പന്നിയുണ്ട്. ഈ കിടക്കുന്ന നല്ല മുറ്റു പന്നികളാണ്. Put them in the right way round. Oh, one way, go put that. Well, that's why I thought you got 70 clicks from my last one. No, I'm not Oh, yeah. Ouais, tout ce que j'ai reçu. ഇവിടെ ഒരു പിള്ളേർക്ക് വേണ്ടി ഒരു മത്സരം നടക്കുകയാണ്. ആ മത്സരമാണ് ഇത്. അത് ഇതിനെ എടുത്തിട്ട് ഓട്ടം ചാട്ടം പരിപാടിയൊക്കെയാണ്. ഇത് മൊയിലാണ് ഈ കിടക്കുന്നത്. No, G? No? No, G. Run down these, get around and run back past these punch. ഇതാണ് മയിലോട്ട മത്സരം. ഇങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും പറയാ, ഇങ്ങനെ കാണുമ്പോൾ മൃഗങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാത്തവരെ തോന്നുന്നുണ്ടോ. As soon as they start, you run their way. Sorry.
എന്റെ കൈ തൊടല്ലേ? ഭീകര മത്സരമാണ്. എട്ടംകോടി വീണ്ടും അടുത്ത ഓട്ടത്തിനുള്ള ആൾക്കാർ റെഡിയാവുകയാണ്. I'll give you $50 if you do what I do. നേരത്തെ മൊയിലെടുത്തോടി വമ്പൻ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ കിടന്ന് നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ പരിപാടികളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ട് മാന്യം ഇതിനൊന്നും എടുക്കാതെ ഞങ്ങൾ പോവുകയാണ്. പരിപാടി വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ഇവിടെ ബൈ.